ശ്രീ ജലീൽ പുനലൂർ, വളരെ കൃത്യമായി PDPയും SDP-യും LDF-നൊപ്പം നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി പ്രകടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വളരെ പ്രകടമായി നമ്മൾ കണ്ടതാണ്. SDP-ഐ നേരത്തെ പ്രഖ്യാപിച്ചത് 100 സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവർ 38 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. നോക്കൂ, ചില മണ്ഡലങ്ങളിൽ അവർ SDP-ഐ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് അറിയാമല്ലോ, NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എല്ലാവരും അവിടെ ഒരുമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചത് മങ്കട മണ്ഡലത്തെ ചൊല്ലിയായിരുന്നു. ഈ മങ്കടയിൽ SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയുമോ? ശ്രീ ജലീൽ പുനലൂർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഇന്ന് മങ്കട മണ്ഡലത്തെ ചൊല്ലിയാണ് മുഖ്യമന്ത്രിയോട് പ്രധാനമായും ചോദ്യങ്ങൾ ഉണ്ടായത്. അവിടെ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്നാണ് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിനാണ് നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കമന്റ് നൽകിയത്. നോക്കൂ, മുഖ്യമന്ത്രിയേക്കാൾ ആധികാരികമായിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി ഈ വിഷയത്തിൽ നിന്ന് കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. SDPI അടക്കമുള്ള ഒരു കക്ഷികളുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലയിലുമുള്ള ഒരു ബന്ധവുമില്ല. അതിനപ്പുറത്തേക്ക് അതിനെ വഴിച്ചഴിക്കുന്നതിൽ മൂന്നാം തുടർ ഭരണത്തിലേക്ക് നീങ്ങുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്താനുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ ശ്രമങ്ങൾ മാത്രമാണെന്നാണ് ഇന്ന് സഖാവ് MA ബേബി പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദരണീയനായ BJP-യുടെ വക്താവിനോട് ഒന്ന് ചോദിക്കാനുണ്ട്. ഈ നിരോധനമാണ്, രാജ്യം നിരോധനം ഏർപ്പെടുത്തിയതാണ് ഭീകരതയുടെ ലക്ഷണമെങ്കിൽ RSS എന്ന് പറയുന്ന സംഘത്തിനെ 2 പ്രാവശ്യത്തിലധികം രാജ്യത്ത് നിരോധിച്ചതാണ്. RSSന്റെ രാഷ്ട്രീയ സംഘമായ BJP രാജ്യം ഭരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ക RSSകാരായ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആർക്കെങ്കിലും നിരുപാധികമായി ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തീവ്രവാദപരമായിട്ടും അല്ലെങ്കിൽ തീവ്രവാദ പ്രചോദനമെന്നും ഒക്കെ വരുത്തി തീർക്കാൻ സാധിക്കുന്നത്? പിന്നെ താങ്കളോട് ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ എന്ത് സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ PDPക്ക് എന്ത് സ്വാധീനമുണ്ട് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. BJP എന്നാണ് ഹരിചന്ദ്രന്മാരായത്. ഈ രാജ്യത്ത് ആയിരങ്ങളെ കുരുതി കൊടുത്ത ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രസ്ഥാനമായ ആസാം ഗണപരിഷത്തിനെ മാറോട് ചേർത്തവരാണ്. മറക്കരുത്, അകാലിദളിനെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ചവരാണ് BJP. എന്തിനേറെ പറയുന്നു, രാജ്യദ്രോഹികൾ എന്ന് നിങ്ങൾ ഇന്ന് ആവർത്തിച്ചു പറയുന്ന നാഷണൽ കോൺഫറൻസുമായി കാശ്മീരിൽ PDPയുമായി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അധികാരം പോലും പങ്കിട്ട BJP ആണോ PDPയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ? സ്വാഭാവികമായും ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത്തരം ഡീലുകൾ വരുമ്പോൾ സ്വാഭാവിക നിങ്ങൾ ഉയർത്തുന്ന ഒരു ക്യാപ്സ്യൂളാണ്.